ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് കങ്കുവ ടീസർ, മൈ ഒപ്പീനിയൻ. കങ്കുവ മൂവിയുടെ ടീസർ കണ്ടപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഒപ്പീനിയനാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം. കങ്കുവ ഇത് എ മാൻ വിത്ത് പവർ ഓഫ് ഫയർ. കങ്കുവ സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് കങ്കുവ എന്നത്. തമിഴകത്തിൻ്റെ നടിപ്പിൻ നായകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൂര്യ 42 എന്നായിരുന്നു ചിത്രം അറിയപ്പെട്ടിരുന്നത്. കഴിഞ്ഞ 2023 ഏപ്രിലായിരുന്നു അത് ചിത്രത്തിന് പേരിട്ടത്. കങ്കുവ എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ടീസർ കണ്ടപ്പോൾ നമുക്ക് വളരെയധികം പ്രോമിസിംഗ് ആയിട്ട്, വളരെയധികം എക്സൈറ്റ്മെൻറ്റ് നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ച ഒരു ടീസറായിരുന്നു. കാരണം അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ് നമ്മളെ വളരെയധികം ആകർഷിച്ചത്. കാരണം ഓരോ ഷോട്ടും അല്ലെങ്കിൽ വേറെ ലെവലായിട്ടൊരു ഓരോ ഷോട്ടുകളും അതിൻ്റെ ഒരു ഭംഗി, വളരെ മനോഹരമായ വിഷ്വൽസാണ് നമുക്കതിൽ കാണുവാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ആ മുതലയുടെ കണ്ണ് അതൊക്കെ കാണിക്കുമ്പോൾ വളരെയധികം നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് നൽകുന്ന രീതിയിലുള്ളൊരു ഷോട്ട്സാണ്, ഓരോ വിഷ്വൽസാണ് അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ബെട്രി ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുതന്നെ നമുക്ക് വളരെയധികം ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട്, ഒരു പ്രോമിസിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് ചിത്രം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം തന്നെ റിലീസ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അതായത് 2019 ഈ ചിത്രം പ്രഖ്യാപിച്ചാണ് സൂര്യ 39 എന്ന പേരിൽ. പക്ഷേ പിന്നീട് അത് നടന്നില്ല. കൊറോണയും ഇതൊക്കെയായിട്ടും പിന്നെ ഇടയ്ക്ക് ഡ്രോപ്പ് ആവുകയും പിന്നീട് 2022 ഇത് വീണ്ടും അനൗൺസ് ചെയ്യുകയും സൂര്യ 42 എന്ന പേര് നൽകുകയും ചെയ്തു. കാരണം അതിനു മുമ്പ് തന്നെ സൂര്യ 39 സൂറ റിപ്പോർട്ടറും JBM എതിർക്കും തുണിന്തവനും റിലീസായതോടുകൂടി സൂര്യ 42 എന്ന പേര് നൽകി. പിന്നീട് ഏപ്രിലിൽ കങ്കുവ എന്ന പേരും നൽകുകയായിരുന്നു. ഇതിൻ്റെ ഡയറക്ടർ സിരുത്തെ ശിവയെക്കുറിച്ച് പറയുമ്പോൾ അജിത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകനാണ്. കാരണം അജിത്തിൻ്റെ കൂടെ അദ്ദേഹം 4 സിനിമകൾ ചെയ്തു. അതിൽ 3 ബ്ലോക്ക് ബസ്റ്ററായിരുന്നു. വിവേക മാത്രം പരാജയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുമ്പോൾ 2008 അദ്ദേഹം തൻ്റെ സിനിമാ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. തെലുങ്കിലായിരുന്നു ആദ്യ ചിത്രം, ഗോപിചന്ദിനെ വെച്ച് ശൗര്യം എന്ന ചിത്രം. പിന്നീട് 2011 കാർത്തിയെ വെച്ച് സിരുത്തെ എന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുകയും ചിത്രം വൻ ഹിറ്റാവുകയും ചെയ്തു. പിന്നീട് സൂപ്പർ താരം അജിത്തിൻ്റെ കോൾഷീറ്റ് ലഭിക്കുകയും 2014 വീരം സംവിധാനം ചെയ്തു. ചിത്രം വൻ ഹിറ്റാവുന്നു. 2015 വേതാളം ഹിറ്റാവുന്നു. 2017 വിവേകം, അത് ഫ്ലോപ്പായി. പിന്നീട് 2019 വീണ്ടും വിശ്വാസം വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആവുകയായിരുന്നു. പിന്നീട് 2021 രജനീകാന്തിനെ വെച്ച് അണ്ണാത്തെ ചിത്രം പരാജയപ്പെട്ടു. അങ്ങനെ അവസാനത്തെ ചിത്രം അണ്ണാത്തെ ശിവയ്ക്ക് പരാജയപ്പെടുന്നു. അതോടൊപ്പം സൂര്യയ്ക്ക് അവസാന ചിത്രം എതിർക്കും തുണിന്തവന് പരാജയപ്പെടുന്നു. സൂര്യയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു തിയേറ്റർ ഹിറ്റ് കിട്ടിയിട്ട് വർഷങ്ങളായി. കാരണം 2016 അദ്ദേഹത്തിനൊരു തിയേറ്റർ ഹിറ്റ് അവസാനമായി ലഭിച്ചത് 24 ആയിരുന്നു. ഒരു ബ്ലോക്ക് ബസ്റ്റർ അദ്ദേഹത്തിന് ലഭിച്ചത് 2013 സിംഗം 2. അതിനുശേഷം നിരവധി പരാജയങ്ങളായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു തിയേറ്റർ ഹിറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് ഫാൻസിന് സാധിച്ചിട്ടില്ല. ചിലപ്പോൾ അത് ഈ സിനിമയിലൂടെ ലഭിക്കുമെന്നാണ് നമുക്ക് ടീസറൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. വളരെ പ്രോമിസിംഗ് ആയിട്ടൊരു ടീസറായിരുന്നു. പിന്നീട് 2 കാലഘട്ടമായിട്ടാണ് കഥ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അതായത് പ്രസൻറ്റും പാസ്റ്റും. അതായത് മഗധീര, രാംചരണിൻ്റെ മഗധീര സ്റ്റൈലിലൊരു കഥയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അട്രാക്ഷൻ ആയിരിക്കും, ഒരു ഹൈപ്പ് നമുക്കിപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ചിത്രത്തിന്. ഈ വർഷം തന്നെ റിലീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിലീസ് ഡേറ്റ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പോൾ സൂര്യയുടെ ഒരു മികച്ചൊരു കമ്പാക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം സൂറ റിപ്പോർട്ടറും JBM OTT റിലീസ് ആയതുകൊണ്ട് തന്നെ തിയേറ്റർ ആ ഒരു സെലിബ്രേഷൻ ഫാൻസിന് മിസ്സായി, ആരാധകർക്ക് മിസ്സായി. അതുകൊണ്ട് തന്നെ മികച്ചൊരു കമ്പാക്ക് ഈ സിനിമയിലൂടെ ലഭിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. പിന്നീട് വാരണമായിരമൊക്കെ റിലീസ് ചെയ്തപ്പോൾ ആന്ധ്രാപ്രദേശിലും ഒക്കെ ലഭിച്ച റെസ്പോൺസൊക്കെ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. റിലീസ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ചെയ്തപ്പോൾ നല്ലൊരു റെസ്പോൺസായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പാക്കിന് വേണ്ടി ആരാധകരെന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നടിപ്പിൻ നായകൻ സൂര്യ. അപ്പോൾ നല്ലൊരു സിനിമാ എക്സ്പീരിയൻസ് ഒന്ന് ലഭിക്കുമെന്ന് തോന്നുന്നു. തമിഴകത്തിൻ്റെ അല്ലെങ്കിൽ തമിഴ് സിനിമയുടെ ഒരു ബാഹുബലി പോലെയൊക്കെയാണ് നമുക്കൊന്ന് ഫീൽ ചെയ്തത് അതിൻ്റെ വിഷ്വൽസും സീൻസൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സൂര്യ ഫാൻസിന് സംഭവം ഇருக்கு. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.